നമസ്കാരം. തിരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വയം ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറയാണ്. ഞാൻ എൻ്റെ പേര് ഗോവിന്ദൻ നമ്പൂതിരി പേര്. ഇപ്പോൾ ഗോവിന്ദൻ പുറ്റത്തെ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നു. പിന്നെ അറിയപ്പെടുന്ന എല്ലാം കമ്പ്യൂട്ടർ എന്നുള്ളതാണ് പേരിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ താമസത്തിൽ നിന്ന് ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലത്താണ് ആ സ്ഥലത്തിനാണ് ഞാൻ വരുന്നത്. എൻ്റെ ശരിക്കും സ്വന്തം പ്രദേശത്ത് പയ്യന്നൂരാണ്. കരിവള്ളൂർ എന്നാണ് ഗോത്രത്തിൻ്റെ പേര്. എൻ്റെ പേര് മാടവനി എന്നാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നുപെട്ട ആൾക്കാരാണ്. മുത്തശ്ശിയുടെ സ്ഥലം നിങ്ങളുടെ ഈ അയലോക്കമായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയം പള്ളത്ത് മാടവനി എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ ഇപ്പോൾ കുടുംബക്കാർ രണ്ടുപേരും താമസിച്ചത് കോട്ടയം പള്ളത്ത് മാടവനിയിലാണ്. അപ്പോൾ മാടവനിയിലാണ് ഞങ്ങളുടെ ഇപ്പോൾ കുടുംബമായിട്ട് ശരിക്കും ഞങ്ങളുടെ ബേസിക് പ്ലേസ് എന്ന് ഞങ്ങളുടെ ശരിക്കും എന്താണ് മൂലസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ പയ്യന്നൂർ കരിവള്ളൂരാണ്. കൊടക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾക്ക്. മാടവനി എന്നാണ് എൻ്റെ പേര്. അച്ഛൻ്റെ പേര് മനുഷ്യൻ നമ്പൂതിരി എന്നാണ്. അമ്മയുടെ പേര് സർച്ച് ചന്ദ്രനാണ്. അപ്പം ഇങ്ങനൊരു കുടുംബത്തിലെ ആളാണ് ഞാൻ. പിന്നെ ചെറുപ്പക്കൂടെ മേശാന്തിയായിട്ട് അറിഞ്ഞുകൊണ്ട് 3 വർഷം തോന്നായി. പിന്നെ ക്ഷേത്ര ആചരണങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിൽ കടന്നുപോയ ഒരാളാണ്. ഇപ്പോൾ എന്താ പറയുക പെൻഷൻ്റെ കാലഘട്ടത്തിൽ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ചില ചോദ്യങ്ങൾ ചെറിയ എനിക്കറിയാവുന്ന എൻ്റെ അറിവ് വെച്ചിട്ടുള്ള ഉത്തരങ്ങളാണ്. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ സഭയെ ക്ഷണിക്കുക. ഇതിനു മുമ്പ് ഏത് ക്ഷേത്രത്തിലായിരുന്നു? അതിനു മുമ്പ് പിന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തൃപ്പാതുരം മഹാദേവ ക്ഷേത്രം മഹാദേവനും മുഖാമുഖയിരിക്കുന്ന പത്മനാഭന്റെ പാദം പറഞ്ഞ് തൃപ്പാതുരം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. മഹാദേവൻ മാത്രം പറയാൻ പറ്റില്ല. മഹാവിഷ്ണുവും മഹാദേവനും മുഖാമുഖയിരിക്കുന്ന കേരളത്തിലെ വലിയ ഒരു അമ്പലമാണ് അത്. പിന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തോന്നുന്നു മുഖാമുഖയിരിക്കുന്ന അമ്പലത്തിന് ഫേസ് ടു ഫേസ് നമ്മുടെ കേരളത്തിൽ ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലല്ല. പത്മനാഭന്റെ പാദം പറഞ്ഞ സ്ഥലമാണ്. പത്മനാഭന്റെ പാദം അവിടെയാണ് എന്നുള്ള പിന്നെ അറിവാണ് നമുക്കുള്ളത്. എന്തായാലും പത്മനാഭന്റെ പാദം പിന്നെ തൃപ്പാതുരത്തും കൂടുതൽ തിരുവനന്തപുരത്തും ശിരസ് തിരുവനന്തപുരമായിട്ടാണ് പത്മനാഭൻ പിന്നെ ക്ഷയിക്കുന്നതെന്നാണ് നമുക്കുള്ള അറിവ്. അതായത് അറിവല്ല, അതാണ് അതിൻ്റെ സത്യം. പിന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് മാറിയാണ് കോഴിക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് മാറിപ്പോയി. ഒരു 5 മാസം അവിടെ ജോലി ചെയ്തു. കോഴിക്കൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറുന്നത്. കാരണം ജനറൽ ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്ക് എന്നെക്കാൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ അവിടെ ഒന്ന് ചാർജ് എടുക്കുകയുണ്ടായി. ഈ ദിവസം നമ്മുടെ മുൻ മേശാന്തിയുടെ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ആഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരണമെന്ന്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഞാനിവിടെ വന്നത്. ചേട്ടനെ ഞാൻ കൃത്യമായി കഴിവ് കൊടുക്കണം തന്നെ വരണം ആ ഒരു ആഗ്രഹം നമ്മളെ പ്രകടിപ്പിച്ചു. ആ സമയം ഞാനിവിടെ പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചതാണ്. പക്ഷെ വരുന്നവരെ എനിക്ക് പ്രതീക്ഷകളോ സംഭവങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഒരു വരുന്ന രീതിയിലാണ് വന്നത്. ഇപ്പോൾ അത് കുറച്ച് ദിവസം തന്നെ കൊണ്ട് തന്നെ എന്താ പറയുക അന്നൻ്റെ അടുത്ത് ചന്ത എന്ന് പറയുക പിന്നെ അന്നൻ്റെ ഏറ്റവും അടുത്ത് ആ രീതിയിൽ തന്നെ പെരുമാറാനും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്താണെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ആസ്വാദനം. കാര്യത്തിൽ ഇങ്ങനൊരു ആസ്വാദനം ഉണ്ടാവുന്നുള്ളത് ശരിക്കും ഭഗവാന്റെ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അത് ആ ഒരു പിന്നെ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓടി വന്നിട്ട് എനിക്ക് കണ്ടാൽ അത് വേണം ഇത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു. കുഴപ്പമുണ്ടാകുന്ന ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിന് സുഖമാണ്. പിന്നെ മനസ്സിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ ഒത്തുപോകുന്നത് കുഴപ്പമില്ല. മറ്റുള്ള കാര്യങ്ങളൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക അപകടങ്ങളെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ അപകടങ്ങളിലൊക്കെ തന്നെ ഭംഗിയായിട്ട് രക്ഷിച്ചു. വലിയ രീതിയിൽ ചെറിയതെന്ന് പറയാൻ പറ്റില്ല. വലിയ രീതിയിൽ രക്ഷിച്ചു. പിന്നെ വീണ്ടും ഭഗവാന്റെ അടുത്ത് തന്നെ കഴിയാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ഒരുപാട് കഥ കേൾക്കുന്നു, ഒരുപാട് കഥകൾ പറയുന്നു, ഒരുപാട് സംസാരിക്കുന്നു, ഒരുപാട് പാടുന്നു, ഒരുപാട് പാട്ട് കേൾക്കുന്ന ആ കണ്ണിൻ്റെ അടുത്തേക്ക്
ഒരുപാട് ഇഷ്ടമാണ്. ഉള്ളിൽ ശ്രീകോണങ്ങളിൽ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ച് വെച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം? ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. നിങ്ങളുടെ ആളാണല്ലോ അങ്ങനെയുള്ള കുസൃതി ഒപ്പിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അദ്ദേഹത്തിൻ്റെ കുസൃതി എല്ലാം മിക്ക നന്നായിട്ട് അറിയാവുന്നതായിരുന്നു. തിരുവോലിന് മാത്രമല്ലല്ലോ, തിരുവോലിന് പുറത്തും ഉണ്ടല്ലോ. പുറത്ത് മാത്രമായിട്ടുണ്ട്, പുറത്തുമൊക്കെ ഉണ്ട്, ആവശ്യം പോലെയുണ്ട്. ഭംഗിയായിട്ട് കുസൃതി കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ആവശ്യപ്പെടുന്ന സ്നേഹം ഭാര്യയ്ക്ക് ഒരു കരുണയുണ്ട്. അത് പിന്നെ അനുഭവിച്ചവരാണോ നിങ്ങൾ എല്ലാവരും. ആയിരക്കണക്കിന് നമ്മുടെ 1000 10,000 ആൾക്കാർ ഇവിടെ ഓരോ വർഷവും വന്നു പോകുന്ന ആൾക്കാരൊക്കെ അറിയാം. കാരണം ഒരു പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കണ്ണനെ മറക്കില്ല. അവിടത്തേക്ക് വേണ്ടി വരാൻ വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിക്കും പല ആൾക്കാരും. കാരണം എന്നോടൊപ്പം പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, ജയരാജും പുള്ളികളായിരുന്നു. അവർ പിന്നെ ലണ്ടനിലാണ്. ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം അവർ എത്തിയത് തന്നെ കണ്ണനെ കാണാനും അവസാന നിമിഷം ആ ഒരു ഞാനിവിടുന്ന് പോകുന്ന ആ ഒരു സമയം അതാ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാനും കൂടെ വേണ്ടി ഞങ്ങൾക്ക് വന്നത്. എല്ലാ ദിവസവും എന്നോട് പറയാറുണ്ട് കണ്ണൻ്റെ അടുത്ത് തിരിഞ്ഞുണ്ടാവുന്ന ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാറുണ്ട്. അതേ സന്തോഷം എനിക്കുമുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം ഈ നാട്ടിലുള്ള സകല പേരും. പിന്നെ നമ്മളൊന്നും അറിയാത്തൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലുള്ളവർ നമുക്ക് വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ആ ഒരവസ്ഥയല്ല. ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഭഗവാന്റെ അടുത്ത് ആ ഒരു പിന്നെ ബന്ധമല്ല. എല്ലാവരും ഭഗവാനേ എന്നുള്ള രീതിയിൽ കാണണം. നമ്മുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ അടുത്ത ആളാണെന്ന രീതിയിൽ വേണം ഭഗവാന് ഇവിടുത്തെ ഭഗവാനോട് നമ്മൾ എൻ്റെ അഭിപ്രായം. കാരണം ഞാനെൻ്റെ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോയായിട്ട് എൻ്റെ അടുത്ത സഹോദരനാണ്, സുഹൃത്താണ്. അങ്ങനെ ഒരു ബന്ധമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ വാടാപോടെ ബന്ധമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും. അങ്ങനെ ചോദിക്കും, നിങ്ങൾ കേൾക്കാറുണ്ടോ? തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്. അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ എനിക്കുള്ളതായിരിക്കും. ചിലപ്പം മറ്റുള്ളവരുടെ അവസ്ഥ ആയിരിക്കില്ല എനിക്ക്. അപ്പോൾ എനിക്കത് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് ചിലപ്പോൾ ചിരിയിലായിരിക്കും, ചിലപ്പോൾ അത് ചില ഓട്ടത്തിലൂടെ ആയിരിക്കും. അങ്ങോട്ടും എക്സ്പ്രഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നു. സന്തോഷമാണ്, ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഞാനെപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ കണ്ണനെ എപ്പോഴും സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. ദുഃഖമായിട്ട് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ എൻ്റെ ദുഃഖം കൊണ്ടായിരിക്കും, എൻ്റെ വിഷമം കൊണ്ടായിരിക്കും, എൻ്റെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും കണ്ണൻ അങ്ങനെ ദുഃഖമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് പിന്നെ എനിക്ക് ആക്സിഡൻ്റ് പറ്റി കൈ പൊട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു 10 ദിവസത്തോളം ഞാൻ അമ്പലത്തിൽ ക്യാപിറ്റലായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് ആദ്യമായിട്ട് മൃഗാസ്ഥാനം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുഖം ഒരിക്കലും പിന്നെ ഭയങ്കര പിന്നെ സന്തോഷവാനായിട്ട് കാണിക്കുന്നു. പക്ഷെ അപ്പോഴും ഞാനത് ആ കണ്ണനോട് പറയുന്നത് വാക്കുള്ളൂ, പോട്ടെ അറിയില്ല, കുഴപ്പമില്ല, ഞാൻ വന്നില്ലേ എന്നുള്ള അങ്ങനൊരു അവസ്ഥ പറഞ്ഞപ്പോൾ ശരിക്കും ആ ഒരു ദിവസം എനിക്ക് മാർക്കിട്ടായിരുന്നു. കാരണം അന്ന് രാവിലെ തുടങ്ങാൻ തട്ട് പറഞ്ഞു കാരണം ഭയങ്കരമായിട്ട് അങ്ങനെ അല്ല. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലായെന്ന് വെച്ചാൽ ഞാനപ്പോൾ പിന്നെ പള്ളിയിൽ പോയി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ കോട്ട് തന്നെ വിട്ടുക കഴിഞ്ഞാലില്ലേ നമുക്കത് അങ്ങനെ പറഞ്ഞു ഒരുപാട് സമാധാനിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയതിനു ശേഷമാണ് മനസ്സിലായത് നമ്മുടെ ആത്മബന്ധം ഉണ്ടാകുന്നത്. ഒരു പിന്നെ ചോദിക്കും പിന്നെ ശിലയിലുള്ള ഈ സാധനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്ന ശിലയാണെങ്കിലോ ശരിക്കും ഭഗവാൻ ഇരിക്കുന്നത് ശിലയുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പറഞ്ഞൊരു ഭഗവാൻ തന്നെയാണ് അറിയുന്നത്. പിന്നെ ഇപ്പം നമ്മളോടൊപ്പം ഇരുന്ന് കേൾക്കുന്നത് അറിയുന്നു പുള്ളിക്കാരത്തിന് നമ്മളോടൊപ്പം ഇരുന്ന് കേൾക്കേണ്ടത്. കാരണം ഇതൊരു വിശ്വാസമല്ല, അതൊരു സത്യമാണ്. കാരണം എല്ലാവരും പറയും നിങ്ങളുടെ വിശ്വാസമല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത നിങ്ങളുടെ ചിന്ത കൊണ്ടാണെന്ന് പറയും. ഒരിക്കലല്ല. കാരണം ഈ ജനുവരി 3-ാം തീയതി പോലും എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും ഉണ്ടായിരുന്ന ആ സ്ഥലത്തുനിന്ന് ഒരു എഴുന്നേറ്റ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുകയും വെളുപ്പാങ്കാലത്ത് ആ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ വന്ന് കണ്ണനെ കണ്ടതിന് ശേഷമാണ്
ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ICUലായതാണ്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 10ൻ്റെ അന്ന് തൊട്ട് 14 ദിവസം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് 10ൻ്റെ അന്ന് വരെ കണ്ണത് കാണാതിരിക്കാൻ പറ്റില്ല. അതിനോട് ഞാനോട് വന്നതാണ്. 10 ദിവസം കഴിഞ്ഞ് 10 ദിവസം വരെ എന്നെ അതിലൊന്നും ചെയ്യാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ ഓടണം, തലോടണം, ഒരു സുഖമാണ്. ആ ഒരു സുഖം ഇന്ന് എനിക്ക് പിന്നെ എന്താണ് നഷ്ടപ്പെട്ടു പോകണം. ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ എന്നാലും സാരമില്ല, എല്ലാവരും ചെയ്യാൻ പറ്റില്ല. വലിയൊരു ഭാഗ്യം, നല്ലൊരു ഭാഗ്യം ഇല്ല. ആയിരമായിരം നാമപുഷ്പങ്ങളാൽ അർച്ചന ചെയ്തു ഞാൻ ശ്രീമുരാരേ.